സാധാരണ എവിടെ ഇപ്പം നടന്നു പോകുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ആകാശത്തേക്ക് നോക്കും. അപ്പോൾ ആകാശത്ത് ഉള്ള മേഘങ്ങളുടെ അതായത് നമുക്കറിയാം നിരവധി മേഘങ്ങളുണ്ട്. സ്റ്റിമുലസ്, സ്റ്റാറ്റസ്, നിംബസ്, അങ്ങനെ നിരവധി മേഘങ്ങളുണ്ടെങ്കിൽ ഓരോ ആകാശത്തിൻ്റെ വർണ്ണങ്ങൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. വ്യത്യസ്തമായിട്ടുള്ള വർണ്ണങ്ങളായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കാർമേഘങ്ങൾ തന്നെ മാറ്റമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോസ് എടുക്കും, ക്യാമറ എടുക്കും, ഒക്കെ ചെയ്യും. ആകാശം എനിക്ക് എന്താ പറയുക, ഞാൻ പലപ്പോഴും നോക്കാറുണ്ട്. എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം, ആകാശം നോക്കി നടന്ന് ഭൂമിയിൽ തട്ടി വീകും എന്നൊക്കെ പറയാറുണ്ട് എല്ലാവരും എന്നോട്. അങ്ങനെ ആകാശം നോക്കി ഒടുവിൽ ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്രക്കുള്ള ഒരു ഭാഗ്യം കൂടി വന്നു. അപ്പോൾ ആകാശം ഏറ്റവും അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റി. അത് തന്നെ ഏറ്റവും എന്താ പറയുക ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആകാശത്തെ ദൂരെ നിന്ന് നോക്കി ആകാശത്തെ ഇത്ര അടുത്തുനിന്ന്, അതും ഫ്ലൈറ്റിൽ എനിക്ക് കിട്ടിയത് സൈഡ് സീറ്റ് തന്നെ. ഫ്ലൈറ്റ് യാത്രയിലൊക്കെ പിന്നീട് കിട്ടിയതൊക്കെ സൈഡിലുള്ള സീറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ ഭൂമിയിൽ നിന്ന് നോക്കിയ ആകാശമാണോ? ഈ മേഘങ്ങളിടയിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് ഉറപ്പാണ്, നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് പ്രകൃതി തന്നെ അതിനുള്ള ഒരു വഴിയൊരുക്കുമെന്നൊക്കെ പറയാറില്ലേ, അതത്രയും സത്യം തന്നെയാണ്. ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഭൂമിയിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ കാർമേഘങ്ങളുടെ ഇടയിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുമോ എന്ന്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഒരിക്കൽ ഫ്ലൈറ്റ് കയറി ഒരുപാട് തവണ ഫ്ലൈറ്റ് കയറി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു ഭാഗ്യം ഫ്ലൈറ്റിൽ വെച്ച് കാർമേഘങ്ങളെ എടുത്ത് കണ്ടത് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പഞ്ഞിക്കെട്ടുകൾ ഇങ്ങനെ പോകുന്നു, നീങ്ങുന്നു. ഈ പഞ്ഞിക്കെട്ടിൻ്റെ മുകളിലേക്ക് ചാടിയാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. ശരിക്കും ഇത് മേഘങ്ങളാണ്. അപ്പോൾ അത്രയും എന്താ പറയുക, ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് കണ്ണുകൊണ്ട് ഞാൻ കണ്ടത്. പിന്നീട് ഞാൻ വീഡിയോ എടുത്തത്. ആദ്യം ഞാൻ കണ്ണുകൊണ്ട് അതിനെ ആസ്വദിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോയിലേക്ക് പോയത്.